അവിടെ ഒരു തരത്തിലുള്ള കാലതാമസവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. യന്ത്രം കയറി വരാനുള്ള ബുദ്ധിമുട്ട് പ്രായോഗികമായി കെട്ടിടം ചുറ്റുമുള്ള ഒരു പ്രദേശമായിട്ട് പോയി നോക്കുന്നവർക്കറിയാം. ഇത് അകലെ നിൽക്കുന്നവർക്കാർക്ക് ഇത് അറിയില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നവർ ഇത് വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഞങ്ങളാണ് പറഞ്ഞത് ഈ കാര്യത്തിൽ JCB കൊണ്ടുവന്ന് വണ്ടി മാറ്റാൻ പറഞ്ഞത്. ഞാനാണ് നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പം തന്നെ ഇവിടെ നിന്ന് വിളിച്ച് ചോദിക്കാം, ഫയർഫോഴ്സ് ഓഫീസറെ വിളിക്കുക, ഞാൻ എന്താ പറയുന്നത്. അയാളെ വിളിച്ചു വരുത്തി ആരാണ് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ പറഞ്ഞ് അപ്പം അവരുടെ സ്റ്റാഫ് വിളിച്ചുകൊണ്ട് വന്ന് ഓടി. അയാൾ നിർത്തി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ JCB വെച്ച് മാന്തി ബാക്കി പരിശോധിക്കാൻ പറയും. ഇതാണ് നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ വസ്തുതാപരമായ കാര്യം ഇതാണെങ്കിൽ അതിനെ വളച്ചൊഴിച്ചാണ് നിർത്തിവെക്കാൻ പറയുന്നത്. അങ്ങനെ നിർത്തിവെക്കാൻ ആരും ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നത് പറയുന്നത് കേട്ടിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ ചെയ്തത്. അത് രാഷ്ട്രീയമാണ്. അത് ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ പറയാൻ ഇടവന്ന സാഹചര്യം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു. പിന്നെ ഇന്നലെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഈ ഹോസ്പിറ്റലിൻ്റെ അതോറിറ്റി, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ ഇത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് കൊടുത്ത വിവരമാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. വീണ ജോർജും ഞാനും പങ്കെടുത്ത 30-ാം തീയതി അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല, നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അണുവിമുക്തമാക്കി കഴിഞ്ഞാൽ പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റി തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. ഒന്ന്, ആഗസ്റ്റ് മാസത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ച് നമുക്ക് ഉദ്ഘാടനം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. വീണ ജോർജിൻ്റെ സമയമല്ല ചോദിച്ചിരുന്നത്. അവരുടെ ആശുപത്രി നടത്തേണ്ട രൂപത്തിൽ തന്നെ ആശുപത്രി നടത്തിക്കൊണ്ട് അവരുടെ ബന്ധുക്കളുമായിട്ട് അപ്പം തന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടായിരുന്നത്. സംസാരിച്ച് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി വിടണം. പോസ്റ്റ്മോർട്ടം നടത്തി വിട്ടു. തുടർന്നുള്ള 3 കാര്യം അവർ ഡിമാൻഡ് ചെയ്തു. ഞങ്ങൾ നിശ്ചയമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അവർ സ്ഥലത്ത് വന്നിരുന്നു. അദ്ദേഹം അപ്പം തന്നെ ആശുപത്രി നടത്തിയിട്ട് നമുക്ക് ക്യാബിനറ്റ് തീരുമാനിച്ച് ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ HDCയിൽ നിന്ന് തന്നെ ഈ ഫ്യൂണറലിനായിട്ട് 6,00,000 രൂപ വീട്ടിലെത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ 50,000 ഈ ഫ്യൂണറലിന്. അതേസമയത്ത് ധനസഹായം പുറകെ ഗവൺമെൻറ്റേതായിട്ട് കൊടുക്കും. അത് ക്യാബിനറ്റിൽ തീരുമാനം. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കൊടുക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. കാര്യം ആശുപത്രി നടത്തി കഴിഞ്ഞു. ഇനി അത് എത്രയാണെന്ന് തീരുമാനിക്കുന്നത് ക്യാബിനറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് പ്രഖ്യാപിക്കും. ആ കൂട്ടത്തിൽ തന്നെ ആ വീട്ടുകാർ ഞങ്ങളോട് ആശുപത്രി നടത്തിയ കാര്യം, അവരുടെ ചികിത്സാ കാര്യങ്ങളും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യം, ആ കാര്യവും ഞങ്ങൾ ശ്രദ്ധിക്കും.